ഹായ് ഗായ്സ്, ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു സാംസങ്ങിൻ്റെ S22 Plus ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോണാണിത്. ഇതെങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതാണ്, കണ്ടോ, കറക്റ്റ് ലെവലിൽ തന്നെ നമ്മുടെ സൈറ്റിൽ കിട്ടിയ കൊടുത്തിട്ടുള്ള അതേ വാല്യൂവിൽ തന്നെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂ പാർട്ട്, എന്നിട്ട് ഫ്രണ്ട് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ഒരു സെൻറ്റർ പോയിന്റ് റെക്റ്റാങ്കിൾ, സ്മാർട്ട് ഡയമെൻഷൻ, ലെങ്ത് 157 mm, width 75.8 mm. ഓക്കെ, ഓൾ സെലക്ട് ചെയ്യാം. ഫില്ലേറ്റ് 15 mm. ഓക്കെ, എക്സിറ്റ് കൊടുത്തിട്ട് ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് 7.6 mm, ഭയങ്കര സ്ലിം ആണ് ഫോണ്. ഓക്കെ, കണ്ടോ, ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ ഭാഗം നോർമൽ ടു ഫ്രണ്ട് ഫേസ് സെലക്ട് ചെയ്ത് നോർമൽ ടു സ്കെച്ച്, കൺവേർട്ട് എൻറ്റിറ്റി, എന്നിട്ട് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് എൻറ്റിറ്റിയിൽ 2 mm, reverse direction. Okay, then again offset entity 0.4 mm, reverse direction. Okay, trim entity കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് 0.2 mm, 0.2 mm. ഓക്കെ, ഇതിന് എല്ലാത്തിനും കൂടി നമുക്കൊരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്രോമിയം പ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഡാർക്ക് കളർ. ഓക്കെ, ഈ സൈഡിലുള്ള ഫേസ് സെലക്ട് ചെയ്യാം. ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലേറ്റ് 3D ഫില്ലേറ്റ് 10 mm. ഓക്കെ, ഇനി ഈ സൈഡിൽ ആദ്യം ഈ സൈഡിലത്തെ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഡാർക്ക് കളർ. ഓക്കെ, എന്നിട്ട് നമുക്ക്
ഫില്ലേറ്റ് 3D ഫില്ലേറ്റ് എടുക്കാം. 3D ഫില്ലേറ്റിൽ ഈ കോർണർ സെലക്ട് ചെയ്ത് കൊടുക്കാം. 10 mm. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ബാക്ക് സൈഡ് സെലക്ട് ചെയ്യാം. സ്കെച്ച്, ഓഫ്സെറ്റ് എൻറ്റിറ്റി 0.4, റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ. എന്നിട്ട് നേരെ എക്സ്ട്രൂഡ് 0.2 mm. ഓക്കെ ഓക്കെ. ദെൻ ഫില്ലേറ്റ് 3D ഫില്ലേറ്റ്. ഇപ്പോൾ ഫില്ലേറ്റ് 10 mm. ഓക്കെ, കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഫില്ലേറ്റും സെലക്ട് ചെയ്യാം. ക്രോമിയം പ്ലേറ്റ്. ഓക്കെ, നമ്മുടെ ഏകദേശമുള്ള കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിന് സ്കെച്ച് വൈറ്റ് കളർ ചൂസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ നോർമൽ ടു സ്കെച്ച് സർക്കിൾ. ബാക്ക് ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്കെച്ച് സർക്കിൾ, again 2 circle, smart dimension, outside 4 mm, inside circle 2 mm, distance between these two 4 mm. ഓക്കെ. എന്നിട്ട് നമുക്ക് നേരെ ഫീച്ചേഴ്സിൽ പോവാം. കേവ്സ്, സ്പ്ലിറ്റ് ലൈൻ. ഓക്കെ ഓക്കെ കൊടുക്കാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം, ഡാർക്ക് കളർ. ഓക്കെ. ദെൻ ടോപ്പ് ഫേസ് ബ്ലൂ കളർ. ഓക്കെ, ക്യാമറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫേസ് സെലക്ട് ചെയ്യാം. എന്തിനാണ് പറഞ്ഞു പറഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്പ്ലേ ആഡ് ചെയ്യാൻ അഡ്വാൻസിൽ പോയിട്ട് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾ ഫയൽ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ കൊടുക്കാം. നമ്മുടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡത്തെ സ്വിച്ച്, സൈഡത്തെ സൗണ്ട് സ്വിച്ചും ലോക്ക് സ്വിച്ചും ഞാൻ നോർമൽ ടു സ്കെച്ച്. ആദ്യം നമുക്ക് ടെമ്പററി ലൈൻ വരയ്ക്കാം. again then ആ ടെമ്പററി ലൈനിലെ സെൻട്രൽ ലൈൻ വെച്ചിട്ട് സ്ലോട്ടുകൾ 2 സ്ലോട്ട് വരയ്ക്കണം. സ്മാർട്ട് ഡയമെൻഷൻ 10 mm. $20 mm. 20 mm. $10 mm. ഓക്കെ. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് 0.5 mm. ഓക്കെ. അതിന് നമുക്ക് മെറ്റീരിയൽ ക്രോമിയം പ്ലേറ്റ് തന്നെയാണ്. കണ്ടോ, അതിൻ്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള ചാർജിങ് ഹോളും ഓക്സ് കേബിളും എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്
ചാർജിങ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം സെൻട്രൽ ലൈൻ വേണം. സെൻട്രൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ദെൻ സ്ലോട്ട്, സെൻറ്റർ പോയിന്റ് സ്ലോട്ട്, then again slot, again then circle, then a big circle, smart dimension 1 mm, 2 mm, then the distance 4 mm, arc in the 1 mm, distance between this 10 mm, point 3 mm, point 5 mm, point 5 mm. Okay, six mm, distance between this 10 mm. Okay, ഇനി പാറ്റേൺ ഈ സ്ലോട്ട് സെലക്ട് ചെയ്യാം. പാറ്റേൺ X ഡയറക്ഷനിൽ 1 mm, ഒരു 5 എണ്ണം ക്രിയേറ്റ് ചെയ്യാം. 9 എണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് എക്സിറ്റ് കൊടുത്ത ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് കട്ട് കൊടുക്കണം. എക്സ്ട്രൂഡ് കട്ട് 5 mm, 5 mm. ഓക്കെ, ഇത് നമുക്ക് ഈ എക്സ്ട്രൂഡ് കട്ടില് നമുക്ക് അപ്പിയറൻസിൽ പോയിട്ട് ഒരു ഡാർക്ക് കളർ. ഓക്കെ, നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പിന്ന് ക്രിയേറ്റ് ചെയ്യണം. ഈ ഫേസിൽ ഉള്ളിലുള്ള സ്കെച്ച്, എന്നിട്ട് ഒരു സെന്റർ ലൈൻ വരച്ചു കൊടുക്കാം. സെലക്ട്, then rectangle, center point rectangle, smart dimension 0.5 mm, 4 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് 4.5 mm. ഓക്കെ, കേട്ടോ. അതിന് നമുക്ക് ഡാർക്ക് കളർ കൊടുക്കാം. അപ്പിയറൻസിൽ ഡാർക്ക് കളർ. ഓക്കെ, കണ്ടോ, ആ പിന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് ലെഡിന്റെ ഒരു ഫിനിഷിങ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സ്കെച്ച്, കോർണർ റെക്റ്റാങ്കിൾ,
ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ. ഓക്കെ, നമുക്ക് പാറ്റേൺ ചൂസ് ചെയ്യാം, ലീനിയർ പാറ്റേൺ. mm, 0.5 mm. ഓക്കെ, സിക്സ് എയ്റ്റ്. ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഫീച്ചേഴ്സിൽ പോകാം. എക്സ്ട്രൂഡിൽ ഡയറക്ഷൻ 1 0.001 mm, then go to direction 2 0.6 mm. ഓക്കെ, അതിന് നമുക്ക് മെറ്റൽ ബ്രാസിൽ പോളിഷ്ഡ് ബ്രാസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ബ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിന്റെ പിന്ന് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമറയ്ക്കാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇത് തന്നെ ഫ്രണ്ടത്തെ ക്യാമറയും ഇതും പിന്നുകളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ക്യാമറ നമുക്ക് റെഡിയാക്കാൻ നോക്കാം.